ഹരി ഓം. ഹരി ഓം സ്വാമി. പറഞ്ഞോ. അപ്പോ സെമാന്റിക് പോളിവാലൻസ് ഓഫ് ദ വേർഡ്. പോളിവാലൻസ് തന്നെയാണോ അതിന്റെ പ്രൊനൗൺസിയേഷൻ? എന്തോ പോളിവാലൻസ് തന്നെയാണോ അതിന്റെ പ്രൊനൗൺസിയേഷൻ? പോളിവാലൻസ്, സെമാന്റിക് പോളിവാലൻസ് ഓഫ് ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. അപ്പോ സെമാന്റിക് ലിംഗ്വിസ്റ്റിക്സിനെ സംബന്ധിച്ചില്ലേ, അതായത് വേർഡ്സിന്റെ മീനിങ് അസോസിയേറ്റഡ് വിത്ത് ദ മീനിങ് ഓൾസോ കണക്ഷൻ ഉണ്ടാവണം. വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. അതിന്റെ പോളിവാലൻസ് എന്ന് പറഞ്ഞാൽ പല പല രീതിയിലുണ്ടാകാം. അപ്പൊ ഇഫ് യു ടേക്ക് ഓൾസോ സം വേർഡ്സ് ഇറ്റ് ഹാസ് ഡിഫറെന്റ് മീനിങ്സ് ഓൾസോ. അപ്പൊ അങ്ങനെ നോക്കുമ്പം സെമാന്റിക് പോളിവാലൻസ് ഓഫ് ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. കാരണം ഒരു വാക്കിന് അതിന്റെ അർത്ഥം, വാക്കും അതിന്റെ അർത്ഥവും ഇൻസെപ്പറബിൾ ആയിട്ടിരിക്കുകയാണ്. ഇൻസെപ്പറബിൾ തന്നെയാണ്. കാരണം മേ ബി പോളിവാലൻസ് ഉണ്ട്. അതായത് ഒരു വേർഡിന് ഡിഫറെന്റ് മീനിങ്സ് ഉണ്ടാകാം, പക്ഷെ ആ കോണ്ടെക്സ്റ്റ് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ട്രാൻസിഷൻ ഫ്രം അതെ. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഇവിടെയും എന്തോ ഉണ്ട്. അവർ പറയുന്ന സൈബർനെറ്റിക് ഇൻഫർമേഷൻസ് ആ വേൾഡിൽ നിന്ന് നമുക്ക് ഈ സെമാന്റിക്സിലോട്ട് വരുന്നത്, അവിടെയും ഈ പല ഈ ഹോറിസോണ്ടൽ ലൈനിലുള്ള സ്ട്രക്ചറൽ രീതിയിൽ നമുക്ക് അവിടെയും റിപ്രസെന്റ് ചെയ്യാം. പോളിവാലൻസ് ഓഫ് ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ് എന്ന് പറയുമ്പോൾ കാരണം ഇപ്പം അതെ ഒരു വാക്കിനെ പല പല ഫീച്ചേഴ്സ്, വൺ വേർഡിന് പോളിവാലൻസ് എന്ന് പറഞ്ഞാൽ ഓഫ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ഫീച്ചേഴ്സ്. അപ്പൊ ഒരു വേർഡ് നമ്മൾ ഇപ്പം ഒരു വാക്കിനും അതിന്റെ അർത്ഥവും ശരിക്കും യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്, ഒരർത്ഥമേ അതിനുള്ളൂ. പക്ഷെ അതിനെ വ്യാഖ്യാനിച്ച് പല രീതിയിലും കൊണ്ടുപോകുന്നുണ്ട്. അതിന് കുറെ ഇപ്പം അതിന്റെ ഈ ഗ്രാമറ്റിക്കൽ കോണ്ടെക്സ്റ്റ് അല്ലോ, വേരിയേഷൻ ഇൻ ദാറ്റ് അതിന്റെ അല്ലെ സിൻടാക്സ് കൊടുത്തിട്ട് പല രീതിയിൽ അതിനെ ഒരു എന്റെ ഒരു മൊത്തം ഒരു ഇത് തന്നെ കോംപ്ലക്സിറ്റി. നമ്മളൊരു വേർഡ് എടുക്കുമ്പം ജസ്റ്റ് വൺ പെർട്ടിക്കുലർ മീനിങ് അല്ലല്ലോ പലതിനും നോക്കുമ്പം. അതിന് ചിലപ്പം ഡിഫറെന്റ് സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവാം. ആ സ്ലൈറ്റ് വേരിയേഷൻ അപ്പൊ അത് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ലിംഗ്വിസ്റ്റിക്സിലൊക്കെ പോകുന്നവരായിരിക്കും അത് കൂടുതൽ അത് മനസ്സിലാക്കി അതിലോട്ട് പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയ്ഡ്സ് ഓഫ് മീനിങ്സ് കാണും, അത് കാണുമായിരിക്കും. അപ്പൊ അങ്ങനെ ആയിരിക്കും പോളിവാലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം അങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം എന്താണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോ സൈബർനെറ്റിക്സിന്റെ അവിടുന്ന് നിന്ന് നമ്മൾ ഈ സെമാന്റിക്സിലോട്ട് വരുമ്പം ഒരു യാഥാർത്ഥ്യമുള്ളത് ഈ വേർഡും അതിന്റെ മീനിങ്ങും വളരെ ചേർന്നിരിക്കുന്നതാണ്. അത് സിൻടാക്ടിക്കൽ ആസ്പെക്ട്സ് ഉണ്ടാവുമായിരിക്കാം, എന്നാലും ആ വേരിയേഷൻ വരുമായിരിക്കും, പോളിവാലൻസ് വരികയായിരിക്കും. എന്നാലും അത് ഉണ്ട്, ക്ലിങ് ടു ഈച്ച് അതർ സോർട്ട് ഓഫ് ചേർന്നിരിക്കുന്നു. ആൻഡ് one will be complementing the other. The word will be complementing the meaning will be complementing the word. ആ രീതി. പിന്നെ ഇത് പറഞ്ഞ നമ്മുടെ ഒരു പോയട്രി എപ്പിക് പോയം ഉണ്ടല്ലോ, മഹാകാവ്യം രഘുവംശം. അതെ കാളിദാസിന്റെ അതില് അദ്ദേഹം അല്ലെ ഈ യുണൈറ്റഡ് വേർഡ് ആൻഡ് മീനിങ് എന്ന് വെച്ചാൽ ഇൻസെപ്പറബിൾ ആയിട്ട് അത് ആ വേർഡ്സിന്റെ അതേ അതിന് ഒരു മെറ്റഫർ ആയിട്ട് പറയുകയാണ്. ഇൻട്രസ്റ്റ് ഓഫ് പ്രോപ്പർ വേർഡ് മീനിങ് സല്യൂട്ട് ദ ട്വിൻ പേരൻസ് ഓഫ് ദ. അപ്പൊ അതേ കണക്ക് പദങ്ങളും അതിന്റെ അർത്ഥവും ഒരുപോലെ നിൽക്കുന്നു. അതേ കണക്ക് തന്നെയാണ് പരമേശ്വരനും പാർവതിയും. അതെ, അപ്പൊ അതാണ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് പ്രോപ്പർ വേർഡ് മീനിങ്. അതായത് so that I might attain the right knowledge and understanding. എനിക്ക് ആ ശരിയായ അറിവ് കിട്ടണം, എന്നിട്ട് ഇതും കിട്ടണം, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേർഡ് ആൻഡ് ദെയർ മീനിങ്. അതിനകത്തെ ഫസ്റ്റ് സ്റ്റാൻസ് അങ്ങനെയാണ്.
പദവും അതിന്റെ അർത്ഥവും കിട്ടണം. അപ്പോൾ എനിക്ക് ആ യഥാർത്ഥ ആ അറിവും എനിക്ക് കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി ഞാൻ വിശ്വ രക്ഷകർത്താക്കളായിട്ടുള്ള പാർവതി ദേവിയെ പരമേശ്വരനെയും ഞാൻ ആരാധിക്കുന്നു എന്നുള്ള ആ ലൈനാണ്. അപ്പൊ അവിടെ അപ്പൊ അതുപോലെയാണ്. അപ്പൊ വിശ്വ മാതാപിതാക്കളായുള്ള പാർവതിയും പരമേശ്വരനും എങ്ങനെയാണ് ഇൻസെപ്പറബിളായിട്ട് ചേർന്ന് നിൽക്കുന്നത്, അതുപോലാണ് വേർഡ്സും. അതുപോലെ വേർഡും അതിന്റെ മീനിങ്ങും അതുപോലെ ചേർന്ന് നിൽക്കുന്ന. അത് മനസ്സിലാകുകയും വേണം, എന്നാലേ ഉള്ളൂ. അതും ശരിയായാലേ ഉള്ളൂ. ആ ഒരു ബോധവും വേണം. അങ്ങനെ കിട്ടിയാലേ ഉള്ളൂ. ആ ആബ്സല്യൂട്ടിന്റെ ലെവലിൽ നിന്നാലേ അങ്ങനെ ഉള്ളു. കിട്ടിയാലേ എനിക്ക് റൈറ്റ് നോളജും കിട്ടുന്നതെന്ന് ഉള്ള ഒരു സ്ഥലവും അവിടെ വരുന്നുണ്ട്. അതാണ് അതെ, അത് കണ്ടോണം. ആ വിശ്വ കോസ്മോസിലെ ആ ക്രിയേറ്റേഴ്സ് രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്യുമ്പം അത് ഫീൽഡിൽ തന്നെ അല്ലേ പോകുന്നത്, ഇല്ലേ? എന്നിട്ട് അത് തുടക്കം തന്നെ അങ്ങനാണ്, ഇല്ലേ? പിന്നെ one meaning, I tell you the twin parents of the world, both Parvati and Parameshwar. These two word aspects cling as the twin parents of the world. അതാണ് അവരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബൈബിളിലും അങ്ങനെ പറയുന്നുണ്ട്. The word was God and that all was God. അതായത് വേർഡിന് ലിവിങ് ആയിട്ട് എടുക്കുവാണെങ്കിൽ അത് കമ്പോസ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഡെൻഡായിട്ട് എടുക്കുന്നു. അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷനും ഒരു തരം ഒരു രീതിയിൽ അവർക്ക് മുമ്പേ പറഞ്ഞ കണക്ക് തന്നെയാണ്. വാക്കുകൾ തന്നെയാണ് ഈശ്വരൻ. യഥാർത്ഥത്തിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ താനും. ഇപ്പം ബൈബിളില് പറഞ്ഞിരിക്കുന്നേക്കും ഇതേ പറയുന്ന ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിലും പറഞ്ഞ ആ യൂണിറ്റിയാണ് അവിടെ കാണിക്കുന്നത്, അല്ലേ? അതിന്റെ ആ പരമ ഔന്നത്യത്തിലെത്തിയവര് പഴയ ഗുരുക്കന്മാര്, അല്ലെങ്കിൽ അത് ആ ഈശ്വരന്റെ മെസ്സഞ്ചേഴ്സ് പറഞ്ഞ കണ്ട ആ വേർഡ്സിന് അന്നത്തെ ആ ബ്യൂട്ടി, സത്യത്തെ വേർഡ്സ് നമ്മൾ അങ്ങനെയാണ്, അല്ലേ? വേർഡ്സ് അതിൽ കൂടെയാണ് നമ്മൾ ശരിക്കും എന്താണ് മനസ്സിലാക്കുന്നത്. നമ്മളിതായാലും ആ വാക്കുകൾ കൊണ്ടല്ലേ ഇപ്പൊ നമുക്ക് ഈ അബ്സല്യൂട്ടിന്റെ ബുക്കും അദ്ദേഹത്തിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ബിക്കോസ് ആ മെറ്റാഫിസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതും കൊണ്ട്, ആ ഒരു ലെവലിൽ ഉള്ളതും കൊണ്ട് ഇത് ആ വെറും ഇൻഫർമേഷനും പെർസെപ്ഷനും വെച്ചും അല്ലാതെ മറ്റൊരു തലത്തിലോട്ട് പോയി മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ബുക്ക് അതാണ്. കാരണം ഈ ബുക്കിന് ഒരിക്കലും ഒരു തലത്തിൽ നിന്ന് ഒരിക്കലും ആർക്കും ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴും ഇദ്ദേഹം റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഈ അത് തന്നെയാണ് ഈ ബുക്കിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന സത്യവും. അതന്നെ, അത് അടിവരയിട്ട് എഴുതുന്നത് പോലെയാണ് പലപ്പോഴും അത് എംഫസൈസ് ചെയ്യുന്നുണ്ട്. കാരണം ആ സത്യത്തെ ഉൾക്കൊണ്ട് ആ ബോധമുള്ളവന് മാത്രമേ ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് ഗ്രഹിക്കാൻ പറ്റൂ. അതേ കണക്ക് തന്നെയാണ് ലോകത്തും നമുക്ക് യഥാർത്ഥ ആ സത്യത്തെ മറഞ്ഞ് നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ടോട്ടൽ ഡിസോർഡർ എന്ന അവസ്ഥയിലേക്ക് പോകും. അതൊക്കെ ഒരിക്കലും അത് നിൽക്കാൻ പറ്റില്ല. അതെ. പിന്നെ അതെ, അതുപോലെ ഈ പറഞ്ഞ ഈ സെമാന്റിക്സ് എന്ന് പറയുന്നത് പണ്ട് പ്രാചീന കാലത്ത് ഉള്ളതാണ്. എന്നിട്ട് ഇപ്പം ഒരു അവിടുന്ന് ഇവോൾവ് ചെയ്ത് വന്ന് ഇപ്പൊ ഒരു മോഡേൺ സയൻസുമാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം പണ്ട് തൊട്ടേ ഉള്ളതാണെങ്കിൽ അത് നിലനിൽക്കുന്നു. അങ്ങനെ മോഡേൺ സയൻസ് വരെ മോഡേൺ സയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ it is known to be very important in bringing out the full absolutist status of God or reality.
സെമാൻറ്റിക്സിന് അങ്ങനെ ഒരു കാര്യം ഇറ്റ്സ് എ മോഡേൺ സയൻസ് വിച്ച് ബ്രിങ്സ് അബൌട്ട് ദിസ്. അതായത് പരമമായ ആ സമ്പൂർണമായ അഖണ്ഡ ആ സ്ഥിതിയെക്കുറിച്ച് സെമാൻറ്റിക്സിന് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അതെ, അതായത് മോഡേൺ സയൻസ് വിത്ത് ഇറ്റ്സ് റൂട്ട് ഗോയിങ് ബാക്ക് ടു ദ ഏൻഷ്യന്റ് പീരിയഡ്. അപ്പൊ തൊട്ട് ഉള്ളതാണ്. അപ്പൊ ഈ ലാംഗ്വേജ് റൂട്ട്സ് ആർ ആക്ച്വലി ഇൻ ദ ആബ്സല്യൂട്ട്. കാരണം പ്രീ സോക്രട്ടീസും അതുകൊണ്ടല്ലോ ക്ലാസിക്കൽ കൺസെപ്റ്റ് തൊട്ട് അവിടെ അല്ലായിരുന്നു അവര് ഇമ്പോർട്ടൻസ് കൊടുത്തത്, അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴല്ലേ ഈ മോഡേൺ സയൻസ് വന്നപ്പം ഈ പെർസെപ്ച്വലും മാത്തമാറ്റിക്സും ഡേറ്റാസും ഇൻഫർമേഷൻ വെച്ചിട്ട് അവർ അത് മനസ്സിലാക്കാൻ നോക്കുമ്പം അത് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പം അത് അല്പം ബുദ്ധിമുട്ടാണ്. പെർസെപ്ഷൻ സൈഡിൽ നിന്ന്, അതായത് പോസ്റ്റീരിയോറിയിൽ നിന്നും അതിലോട്ട് എത്താൻ അല്പം പാടാണ്. ഇന്റഗ്രേറ്റഡ് സയൻസ് എന്നുള്ള ലെവലിൽ ആ ചില തിയറീസിലൊക്കെ വന്നെത്താൻ പറ്റില്ല. അപ്പോൾ മറ്റേത് എപ്രയോറിയുടെ ഒരു സപ്പോർട്ട് എടുത്താലേ ഉള്ളൂ അതിൽ വരുന്നതെന്ന് മനസ്സിലാക്കി. അപ്പൊ സെമാൻറ്റിക്സിന് അത്ര ഇതില്ല, ആ മോഡേൺ സയൻസിലെ അങ്ങനത്തെ അത്രയും പ്രയാസമില്ല. ഇറ്റ് ഈസ് മോർ, ഇറ്റ് ടെൻസ് മോർ ടു ഹൈലൈറ്റ്. അത് തന്നെയാണ് മുമ്പേ ഇങ്ങനെ പറയുന്നത്. കാരണം പിന്നെ ലിംഗ്വിസ്റ്റിക് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇറ്റ് വാസ് ഇൻവോൾവ് ഇൻ ദ സ്റ്റഡി ഓഫ് ഒറിജിൻ ഓഫ് ലാംഗ്വേജസ്, ഇതെല്ലാം. Then they stopped it. They understood the futility of it. കാരണം it is more of a എന്താണ്, it's around going like in circles rather than going to the vertex or the vertical point. കാരണം ആ vertical point നമ്മൾ പറയുന്നത് ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ടല്ലോ. പിന്നെയും സ്വാമി പറയുന്നുണ്ട് the same two elements, one vertical and other horizontal. എന്നാൽ ഈ സിമാൻറ്റിക്സിലും അദ്ദേഹം ഇതെപ്പോഴും പറഞ്ഞിരിക്കുന്ന അതേ ആ സത്യം കൊണ്ടുവരികയാണ്. നമ്മൾ പറയുന്ന ഏരിയൻ ത്രെഡ് ഇതിലും ഉണ്ട്. ആ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആ തീമാറ്റിക് റെപ്രസെന്റേഷനും ഇതിന്റെ അകത്തും നിലനിൽക്കുന്നുണ്ട്. ആ നോമിനലിസ്റ്റിക് ഹോമോജീനസ് മെട്രിക്സും ഇതില് ഈ സിമാൻറ്റിക്സിലും ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ we have spoken of information and noise as two distinct elements. അത് നമ്മൾ ഈ പ്രോഗ്രാമിങ്ങിന് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻസ് ഉണ്ട്, നോയ്സും വേണം. നമ്മൾ എന്താണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതെന്ന് അങ്ങനത്തെ അതും ഉണ്ട്. ദിസ് വിൽ എൻ്റർ ഇൻ ടു സൈബർനെറ്റിക് കൺട്രോൾ. എന്നിട്ട് ആ കമ്മ്യൂണിക്കേഷനിലും ഉണ്ട്. അപ്പൊ ആ സെയിം, അപ്പൊ സൈബർനെറ്റിക് കൺട്രോൾ എന്നുള്ള ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ സൈബർനെറ്റിക്സ് കൺട്രോളിനകത്ത് ഉള്ളതുപോലെ the same two elements, one vertical and the other horizontal, are distinguishable even in semantics. അതിലുള്ള ഹൊറിസോണ്ടൽ എലമെന്റ്സ് ആണ് അപ്പം അദ്ദേഹം ഈ പറയുന്ന ഗ്രാമാറ്റിക്കൽ അല്ലെ സിന്റാക്ടിക്കൽ ഒരു ലാംഗ്വേജിന്റെ സിന്റാക്സ് ഉള്ളെന്ന് പറയുന്നത് അതാണ്. ഇപ്പം ഒരു പറഞ്ഞു വെർബും നൗണും പ്രോനൗണും പിന്നെ ഇൻഫിനിറ്റും ഇത് എല്ലാം ഇറ്റ് ഇസ് കമ്മിങ് ടുഗദർ ആൻഡ് ഇറ്റ് ഇസ് മേക്കിംഗ് എ ബിഗ് ഹൊവാക്. another one thing also, ഈ ഫെനോമും ഫൊനീം എന്ന് പറയുന്ന സാധനം, ഓരോ ബേസിക് സൗണ്ട്സ് ഒക്കെ അതൊക്കെ അതും അത് തന്നെയല്ലേ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. അങ്ങനെ 45 എണ്ണം. അപ്പൊ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിലും സിമാൻറ്റിക്സ് ഉണ്ട്. അപ്പം ഇത് ഒരു സൈഡിൽ നിൽക്കുമ്പോ തന്നെ പണ്ട് നമ്മൾ എന്തായിരുന്നു യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇതിന്റെ പ്രിഫേസിൽ നമ്മൾ മെറ്റാ ലാംഗ്വേജ് എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ദാറ്റ് ഇസ് ഗെസ്റ്റേഴ്സും. അപ്പൊ അതേ കണക്ക് ആ ഒരു ഇത് ഏൻഷ്യന്റ് ഇത് നോക്കുമ്പോൾ ലാംഗ്വേജസിന് ഇതും പറയുന്നുണ്ട്. അതായത് സം സേ ദാറ്റ് ഇറ്റ് ഹാസ് ഫ്രം ദ ഫീനോം, ഇതൊക്കെയാണ് അതിന്റെ ബേസ് മോഡേൺ ഒരു. But other side says that is gestures and primitive sounds. Appa we have a lot of literature. പക്ഷേ ഇത് കൊണ്ടൊന്നും ഈ പറയുന്ന ഒരു ചർച്ചകൾ കൊണ്ടൊന്നും നമ്മളൊരു പോയിന്റിലേക്ക് എത്തുന്നുണ്ടോ?
അപ്പം നമ്മൾ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ്, ഒരു ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആയിട്ടൊന്നും ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അതിലും പോകുന്നില്ല. പല ഭാഷകളുമാണ്. അതന്നെ we are saying any universal language must be based on structural scientific principles which properly regulate the science of semantics, when normalized and understood in its own absolute context. അപ്പം ഇതിന് ഒരു സ്ട്രക്ചർ ഉണ്ടാവണം, അത് തീമാറ്റിക് ദിസ്റ്റിംഗ് ഉണ്ടാവണം, സയന്റിഫിക് ബേസിസ് ഉണ്ടാവണം, അതിനൊരു നോർമേറ്റീവ് കോൺസെപ്റ്റ് ഉണ്ടാവണം. ബേസ് ആബ്സല്യൂട്ട് ആയിരിക്കണം. അപ്പം അതും അദ്ദേഹം ആ പറയുന്ന ഒരു സ്കീമറ്റൈസ്ഡ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് പറയുന്നത്. ആ ഒരു സ്കീം എല്ലാത്തിലും കൊണ്ടുവരുന്നല്ലോ. അപ്പം എന്റെ ആ സ്കീമയിൽ വരുന്ന ആ വെർട്ടിക്കൽ പ്ലെയിനില് ആങ്കേർഡ് ആയിരിക്കണം. നിങ്ങൾക്ക് എത്രമാത്രം ഹൊറിസോണ്ടൽ അൺസർട്ടനിറ്റി സൈബർനെറ്റിക്സ് ഉള്ള കണക്ക് തന്നെ സിമാന്റിക്സിലും കിടക്കുകയാണ്. അതാണ് അതിന് നമ്മള് ഒരു അവിടെ പറഞ്ഞില്ലേ സയൻസിനകത്ത് ആ പിന്നെ സെമാന്റിക് ലിംഗ്വിസ്റ്റിക് സയൻസിനകത്ത് മോഡേൺ സയൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെമാന്റിക്സ് അതിന്റെ ഒറിജിനെ കുറിച്ച് അതിനകത്തെ പിന്നെ യൂണിറ്റ് സൗണ്ട്സിന്റെ ബേസിസിൽ അങ്ങനെ പല 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 ലാംഗ്വേജസും ഒക്കെയാണ്. അതൊക്കെ എടുക്കുമ്പം കുറെ പ്രോബബിലിറ്റീസ് ഉണ്ടായാലും അത് മനസ്സിലാക്കണമെങ്കിൽ സംതിങ് ലൈക്ക് വൺ യൂണിവേഴ്സൽ ലാംഗ്വേജ്. അപ്പൊ ആ ലാംഗ്വേജ് ഓഫ് ദ ആബ്സല്യൂട്ട് എടുത്ത് നോക്കിയാൽ യു ഡോണ്ട് നീഡ് ഈവൻ വേർഡ്സ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. അതിന്റെ ഒരു അതൊരു വേറെ ഒരു തലമല്ലേ. ഈ വേർഡ്സും മീനിങ്സും കിടക്കുന്ന രംഗത്തായിരിക്കും ഈ പ്രോബബിലിറ്റീസ് പല 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 വേരിയേഷൻസ് വരുന്നത്. പക്ഷെ ശരിക്കും ഒരു വേർഡിന്റെ ആ മീനിങ് ശരിക്കും കിട്ടണമെങ്കിൽ അതിന്റെ സോഴ്സ് പിന്നെ ബാക്കി സംസ്കൃത് ട്രഡീഷനിലെ കാര്യം പറയുന്നുണ്ട്. അത് കുറച്ചുകൂടെ മറ്റേതിനെ ബേസ് ചെയ്താണ്. ശരിക്കും അദ്ദേഹം വിസ്ഫോടനം പറയുന്നത് അല്ലേ? സ്വാമിനി ദർശനയില് അദ്ദേഹം പറയുന്നത് ബർസ്റ്റിംഗ് ഫോർത്ത്. പാണിനി ദർശനയില് സെൻട്രൽ അബ്സല്യൂട്ട് നോഷൻ ഓഫ് സ്ഫോട. Word and meaning reside together in the most generalized and abstracted form here, and meaning itself, as the word Svoda implies, a bursting forth of a notion with sufficient clarity within consciousness. അതാണ് എന്റെ ഗിഫ്റ്റ്. അതെ, ഒരു വാക്ക് കേൾക്കുമ്പം ഉടനെ തന്നെ അതിനെ കുറിച്ചുള്ള ആ ഐഡിയ ഉണ്ടാവുക. ഒരു സ്ഫുട പോലെ അത് ഉണ്ടാവുകയാണെങ്കിൽ ബർസ്റ്റിംഗ് ഫോർത്ത് പോലെ ഉണ്ടാവുക വിത്ത് ക്ലാരിറ്റി. അത് ആ കോൺഷ്യസ്നെസ്സിൽ ഉണ്ടാവുന്നത്. അങ്ങനെ വരുമ്പം ആ വേർഡും അതിന്റെ മീനിങ്ങിനും എന്തോ ഉണ്ട്, ക്ലാരിറ്റി, സെർട്ടിറ്റ്യൂഡ് ഉണ്ട് ആ കോൺഷ്യസ്നെസ് ലെവലിൽ നടക്കുമ്പോൾ. അപ്പം ഒരു വേർഡിന്റെ നമ്മള് സിമാന്റിക്സിലോ എന്ത് പോയാലും നമ്മൾ അതിന്റെ ആ ഒരു മീനിങ് എപ്പോഴും ഉറച്ചിരിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ബേസ് ആ കോൺഷ്യസിനെ കേന്ദ്രീകരിച്ചായിരിക്കണം. അതുള്ള എന്തായിരിക്കും അതിനെ എങ്ങനെ നമുക്കത് പറയാൻ പറ്റും? ഈ ലാംഗ്വേജസോ വേർഡ്സോ എന്നൊക്കെ പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം അതിനെ ഈശ്വരനില് അല്ലെങ്കിൽ ആ കോൺഷ്യസ്നെസ്സിലോ ഉറച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതിയാലും ആ ബോധം നിലനിർത്തിക്കൊണ്ട് വേണം എന്തൊരു സയൻസ് ആയാലും ലിറ്ററേച്ചർ ആയാലും കമ്മ്യൂണിക്കേഷൻ ആയാലും അങ്ങനെ വേണം നമ്മൾ വാക്കുകളെ ഉപയോഗിക്കുവാൻ. അല്ലാതെ അത് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല.
ഇപ്പം അദ്ദേഹം ആദ്യമേ ഈ പ്രിഫേസിൽ പറഞ്ഞല്ലോ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഇത് കാരണം ആ ലാംഗ്വേജസിന്റെ ആ ലിമിറ്റേഷൻസ് അദ്ദേഹം പറഞ്ഞു. ഇപ്പം നമ്മൾ ഇവിടെ തോന്നുന്നു കേരളത്തിന്റെ ഒരു ജസ്റ്റ് ഒന്ന് ബൗണ്ടറി ചെറിയ ഒരു ഇട്ടാവട്ടത്തിൽ നിന്ന് നമ്മൾ പുറത്തു കഴിഞ്ഞാൽ വി ആർ ഫൈൻഡിങ് ദാറ്റ് ലിമിറ്റേഷൻ, റിയലി ഫൈൻഡിങ് ദാറ്റ് ദിസ് തിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇത് വരാൻ കാരണം ഇതാണോ? ഒന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മളിപ്പം ഒരു ലാംഗ്വേജും അറിയാത്ത ചില മേഖലകളിൽ പോകുമ്പം യോഗിമാരൊക്കെ എങ്ങനെയാ പോകുന്നത്? ഭാഷ ഉപയോഗിക്കുമോ അവര്? അവർ ചിലപ്പോ ഈ മേഖലയിൽ നിന്ന് കോൺഷ്യസ്നെസ് ആസ്ട്രൽ ട്രാവൽ കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോകുമ്പോ അവിടെ എന്തെങ്കിലും ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ടോ? അതെങ്ങനെ? How the mind reading is possible? How it is done? See, that is the how much. That is it. അവിടെയാണ് ആ ഗസ്റ്റ് കിടക്കുന്നത്. Yes. അപ്പോ the limitation of this also, the semantics also is there. So you can understand that. So മറ്റേ ആ ഒമേഗ പോയിന്റിൽ നിന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ there is no problem of semantics also. It can be tackled also. അതാണ് അതിന്റെ ബ്യൂട്ടി. അതാണ് ഈ സൈലൻസിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതെ, അതാണ് അത് കണ്ടില്ലേ ഇപ്പൊ ഇതിനകത്ത് വന്നപ്പം ഇത് സപ്പോർട്ട് ചെയ്ത് പറയുന്നത് തന്നെ. ഇപ്പം ശ്രീനാരായണ ഗുരുദേവനും ഇപ്പൊ രമണ മഹർഷിയും രണ്ടുപേരും തമ്മിൽ കാണുന്ന സമയത്ത് ഒരു വാക്കുകളും അവിടെ വന്നില്ല. പറയത്തില്ലല്ലോ, ഇല്ലല്ലോ, ഒന്നും പറയില്ലല്ലോ. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ കമ്മ്യൂണിക്കേഷൻ നടന്നത്. അതെ, മഹാത്മാഗാന്ധിയും ഗുരുദേവനെയും കാണാൻ വന്നു. അവിടെയും സൈലൻസിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. That's the thing. That's the beauty. Consciousness is the field of silence. അപ്പൊ എന്തിന് സെമാന്റിക്സ് നമ്മൾ ചിന്തിക്കൂലേ? ഇല്ലേ? അപ്പം ഇതൊക്കെ വേണം, നമ്മൾ വേണ്ടാന്നോ ഒന്നുമല്ല. വേണം. Because at a certain level we need it. പക്ഷെ അതും ഉണ്ട്. അത് that should not be a barrier for human beings to communicate. Yes. It makes life more absurd and meaningless when people cannot. ഇപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ബുക്ക് തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞല്ലേ, see the lot of war that we have. നമുക്ക് ഒന്നും ആലോചിച്ച് നോക്കൂ. ഈ പറയുന്നത് ഇപ്പൊ ഞാൻ യെസ്റ്റർഡേ തന്നെ ഞാൻ ഇതിൽ വന്നു, I was reading. ഇപ്പൊ ആ ഒരു യുക്രൈൻ ഇഷ്യൂ വന്നിട്ട് it is on the ഒരു next world war നിൽക്കുകയാണ്. Then the Russian president was saying, see, this is now a constitution wherein people want to say their language, say the Russian language, and that is not being permitted. They allow the native, they are not allowed to speak the native Russian language. About see how much ഈ പറയുന്ന ഇതിന്റെയൊക്കെ ഈ ലാംഗ്വേജിന്റെ ഭാഷയുടെ ഒക്കെ ഇതിൽ വെച്ചിട്ട് എത്ര fragmentation it is taking place. Yes. Humanity being fragmented, correct. അപ്പൊ that is trying to be undone. ആ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ശരിക്കും ഒരു മനുഷ്യന് തമ്മില് സംവദിക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ഉപകരണമാണ്. പക്ഷെ അത് നമ്മളെ ഗവേൺ ചെയ്യാൻ പാടില്ല. റിലീജിയൻ അതാണ്, മതമായാലും എല്ലാമായാലും it is just a mode of this thing to bring people together. It is a contract. Yes. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതാണ് ആ വെർട്ടിക്കൽ ഫാക്ടർ അവിടെ വേണ്ടത്. That when we forget that absolute concept anchored in that, and ആ പറയുന്ന ആ നേടിയ ആ ഒരു സത്യത്തെ മറന്ന്, അല്ലെങ്കിൽ ഇതിന്റെ ബേസ് ആയിട്ടുള്ള റൂട്ട് എന്താണോ അത് മറന്ന് നമ്മൾ ഈ കയോസിലും ഈ പറയുന്ന മൾട്ടി ഫീരിയസ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഈ അതിലേക്ക് പോകുകയും മേക്കിംഗ് ഇറ്റ് മോർ ആൻഡ് മോർ കോംപ്ലക്സ്. ഒരു കൊച്ചുകുട്ടി
അധ്യാപകന്റെ വടിയെ പേടിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. എൻജോയ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ അവിടെ. That's not taking place. That's what being pointed out. That's the thing. എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ആക്ച്വലി. He's trying to express this. Sarat? Yes, no. ഉണ്ടല്ലോ അവിടെ ഉണ്ട്. കഷ്ടം. അപ്പൊ ഇനി നമുക്കുള്ളത് എവിടെ നിന്നായിരുന്നു? അപ്പൊ ഇതിന്റെ ഈ സോഡയുടെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? കോൺഷ്യസ്നെസ് ലെവലിൽ വരണം. പിന്നെ the syntactical aspects of language. അത്രയേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഇപ്പൊ നമ്മൾ സ്ഫോട കഴിഞ്ഞിട്ട് ഈ syntactical aspects of language, complications involving units, ഈ ഓർത്തോഗ്രഫി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പൊ ഒരു ലാംഗ്വേജിന് ഒരു കൺവെൻഷണൽ ആയിട്ടൊരു സിസ്റ്റം ഉണ്ടാവും. അതാണ് ഇപ്പൊ അതിന്റെ എറ്റിമോളജിയും ആ വേർഡിന്റെ ഒറിജിനും അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ അതന്നെ. അതൊക്കെ been variously considered as contributing synthetically or analytically to this bursting into meaning of words and phrases. പിന്നെ ഇത് ഈ പൂർവമീമാംസ ഇതിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ വേദിക് ആയിട്ടുള്ള 2 വർക്ക്, പൂർവമീമാംസ സൂത്ര ആൻഡ് ഭാഷ പരിച്ഛേദ, വാക്യവൃത്തി, ഈ അതൊക്കെ ഈ വർക്ക്സ് ഒക്കെ ഇതിന്റെ റെഫറൻസിൽ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീൽ ചെയ്തിട്ടുണ്ട്. ദീസ് എൻക്വയറീസ് ആർ കാരിഡ് ഓവർ ഇൻ ടു വേദാന്തിക്. ഇപ്പം ഭാഷ പരിച്ഛേദ, അനാലിസിസ് ഓഫ് ലാംഗ്വേജ്, വാക്യവൃത്തി, ഫങ്ഷനിങ് ഓഫ് ദ വേർഡ്സ്, ഇതൊക്കെ പഴയ സിമാന്റിക്സ് ആയിട്ടുള്ള ലിറ്ററേച്ചറിനെ പഴയ പുരാണ കൃതികളാണ്. Inquiries are carried over into Vedantic exegetics. അപ്പൊ അതിന്റെ ഒരു ഇന്റർപ്രിറ്റേഷൻ, സയന്റിഫിക് ആയിട്ട് ഉള്ള ഇന്റർപ്രിറ്റേഷൻ വരുവാണ്. Even pressed into service for purpose of philosophical criticism by Shankara. കാരണം ഈ വേദാന്തത്തിനെ തന്നെ ഈ വാക്കുകൾ കൊണ്ട് ഈ അമാനമാടുന്ന വേദാന്തത്തിൽ കാണിക്കുന്ന ഇതാണല്ലോ. പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള സത്യത്തെ ഒരു എലിവേറ്റഡ് ഒരു ഇത് കൊടുത്ത്, എക്സിജൻസി, ഒരു സയന്റിഫിക് ഒരു ഇത് കൊടുത്ത് എക്സിജറ്റിക്സ് ക്രിയേറ്റ് ചെയ്ത്, ദാറ്റ് ഇസ് കണ്ടംപ്ഡ് ബൈ ശങ്കര ഇൻ ദ ഫേമസ് ഭാഷ്യാസ് ഓൺ ഭഗവത്ഗീത ആൻഡ് ബ്രഹ്മസൂത്ര. കാരണം അവസാനം മറ്റേ സൗന്ദര്യ ലഹരിയൊക്കെ എഴുതി കഴിഞ്ഞ അവസാനം ദേവി പൂർണ്ണമായിട്ട് അങ്ങ് വീഴുവാണ്. കാരണം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ അപ്പുറമാണ്. അതെ അപ്പുറമാണെന്ന് മനസ്സിലായിട്ട്. അതെ, അപ്പൊ ആ ഓർഡർ, ഹൈ ഓർഡർ ഓഫ് അബ്സ്ട്രാക്ഷൻ, ജനറലൈസേഷൻസ് ഒക്കെ അതിലോട്ട് പോയിട്ടുണ്ട്. അതെ, അത് കഴിഞ്ഞിട്ട് അതിലോട്ട് ചെന്ന് മെർജ് ചെയ്യുന്ന പോലെയാണ്. അപ്പം വാക്കുകളുടെ പരിമിതികള് ആദ്യം നമ്മൾ ഈ വേദാന്തവും ഇതുമൊക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മളിത് ആദ്യം തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ കുറെ വന്നെങ്കിൽ കുറെ കഴിഞ്ഞ് നമുക്ക് ഈ സറണ്ടറിലങ്ങ് നമ്മൾ വരും. അതേ ഉള്ളൂ. ഇപ്പൊ ഇതേ കണക്കുള്ള എന്ത് വലിയ ഇതാണ് നമ്മൾ വായിച്ച് വരുമ്പം അതിൽ ഉൾക്കൊള്ളണമെന്ന് വെച്ചാല് നമുക്ക് അബ്സല്യൂട്ടിന് മുമ്പിൽ സറണ്ടർ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പൊ പൂർണ്ണ ജ്ഞാനത്തിൽ വരുമ്പം പോവുക. പോകുമ്പം ഈ പറയുന്ന സിമാന്റിക്സും സൈബർനെറ്റിക്സും ഒക്കെ പോവും. അത് തന്നെയാണ് അവസാനം ശങ്കരൻ ചെയ്തത്. Absolute itself may be said to belong in the order of abstractions and generalization to which the word also belongs. അപ്പം ഈ പറയുന്ന ഒരു അബ്സ്ട്രാക്ഷൻസും ഉണ്ട്, ഒരു ജനറലൈസേഷൻസും. സ്പെക്കുലേഷന്റെ ബേസിസിൽ 0 പോയിന്റിൽ നിന്ന്
reveal all its proper implications, ranging with the limits of an actually objective entity to a most comprehensively abstracted nominalistic notion, without itself being reduced for methodological or epistemological purpose to the same order of common status that of the world, where alone matter and mind factors can meet on homogeneous neutral ground. അപ്പം ഇത് ആ അബ്സല്യൂട്ട് ജനറലൈസേഷൻസിൽ മാത്രം നിൽക്കാൻ പറ്റില്ല. ഒബ്ജക്റ്റീവ് എൻറ്റിറ്റി മാത്രമായിട്ട് പറ്റില്ല. ഒരു പിക്ചറൈസേഷനും അതിൽ വരണം. അപ്പം എപ്പിസ്റ്റമോളജിയും അതിൻ്റെ അകത്ത് വരണം. അപ്പൊ അവിടെ ഫൈനലി എന്താണ്? മൈൻഡും മാറ്ററും ഒരു ഹോമോജീനസ് ന്യൂട്രൽ ഗ്രൗണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും, ആ മെത്തഡോളജി, ആ കോൺസെപ്റ്റ്സ്, ആ പ്രിസെപ്റ്റ്സ്, objective, this nominalistic pattern, finally the mind and the matter, ആ homogeneous nominalistic patternൽ വരുന്ന ആ കാര്യങ്ങളെല്ലാം ഈ സിമാൻറ്റിക്സിലും വരണം എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? പിന്നെ നമുക്ക് മറ്റേത് ഒരു ഇതോടുണ്ട്, ഒരു സെറ്റ് ഉണ്ട്. sometimes called a verb because it represents most living aspects in the syntactical setup. അപ്പൊ അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് ഈ പറയുന്ന ഈ എന്താ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഈ സിന്റാക്സിന്റെ ഒരു പ്രശ്നമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. നൗൺസും പ്രോനൗൺസ് അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ഇൻഫിനിറ്റ്സ്, പ്രപ്പോസിഷൻസും എല്ലാം വി ആർ പുട്ടിംഗ് ഇൻ ടു ദ ബാർഗെയിൻ. അപ്പൊ അതാണോ വേണ്ടത്? ഒരു വെർബിന് തന്നെ വേറെ നൗൺ ഫോമിലോ അല്ലെങ്കിൽ പ്രോനൗൺ ഫോമിലോ അതൊക്കെ ആ വേരിയേഷൻസ് ഒക്കെ വരുന്നത് പിന്നെ അഡ്ജക്റ്റീവിലോ അഡ്വേർബിയൽ അഡ്ജങ്സും എല്ലാം വരുമ്പം ഇതൊക്കെ വരുമ്പം മോർ കോംപ്ലിക്കേഷൻസ് പോലെ തന്നെയാണ് പ്രോബബിലിറ്റീസ് വരുന്നത് പോലെ ഈ ഫീൽഡിൽ. ഇത് it can have a truth value or merely a logical value without reference to any outside facts. Syntactics vary from language to language and between smaller frontiers of vernaculars. അപ്പൊ എന്തുമാത്രം വേരിയേഷൻ ഉണ്ടാവും. അതെ, സിന്റാക്സ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓരോ ഫ്രോണ്ടിയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ബീങ് ഫ്രാഗ്മെന്റഡ്. അപ്പൊ ഗ്ലോബൽ തന്നെ ഒരു ഫാഷൻ ആയിട്ട് പോവാണ്. അതെ 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 അതെ. Here, it is that we have to think of the difficulty of a traveler. Yes. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. Passing through these patches and finding every time to cross, every time he crosses a frontier, having to bear the agony of learning the word to match the word with the corresponding object. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. കുട്ടികൾക്ക് പ്രയാസം വരുന്നത് പോലെ these agonies resemble the tribulation of the school room in which we have referred to in one of our earlier sections. Correct. Next paragraphലാണ് അദ്ദേഹം പിന്നെയും നമ്മൾ ഈ പ്യൂർ വെർട്ടിക്കൽ പാരാമീറ്റർ വരുവാണ്. ലേണിംഗ് വരുമ്പോഴത്തേക്ക് അതെ ഒരു വെർട്ടിക്കൽ വെർട്ടിക്കൽ ആക്സസ് വേണം. ഇതിലെ അപ്പം ഇത് ഈ സെമിയോസിസ് അപ്പോഴേ മാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ഈ സെമിയോസിസ് എന്ന് പറയുന്നു. അതെന്ന് വെച്ചാൽ ആക്ച്വലി ഒരു സൈൻ ലാംഗ്വേജ് ആണ് വിച്ച് കൺവേസ് എ മീനിങ്. ഏതാണ് സെമിയോസിസ് എന്ന് പറയുന്നല്ലോ? കാരണം അദ്ദേഹത്തെ ലാംഗ്വേജ് തന്നെ അഗ്നീസ് ഓഫ് ലേണിംഗ് എന്ന് പറയും. ഇറ്റ് ഇസ് ആൻ ഇന്നർ പ്രോസസ്. The word linguistic tries to distinguish it
by what is called semiosis. എവിടായിട്ട് അത് വരുന്നത്? Learning, next paragraph. Next paragraph. Learning is thus a process involving much trouble. Yes. The road നമ്മൾ പറഞ്ഞല്ലോ. It takes together within the mind of a man and can be thought of only as moving up and down in a pure vertical axis. The means of learning are not evident to the eye except perhaps in the form of school children's ears. Yes. It is an inner process. The modern linguistic tries to distinguish it by what is called semiosis. Semiosis. It is actually a sign, communication through signs. Signs. It is communicating a meaning. When you travel more internally in word value significance, the domain of general ideas, where abstract concepts like that of God become important, the tribulation of the person who has to correctly match word and meaning is greater than that of elementary grades of school room, where it would suffice to bring together words and the corresponding visible objects. അതും വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് വെരി ഡിഫിക്കൽട്ട്. ഇപ്പം ഗോഡ് ലൈക്ക് കോൺസെപ്റ്റും ഇത് ഉള്ളിലോട്ട് പോകുമ്പം ആ വേർഡ് വാല്യൂ സിഗ്നിഫിക്കൻസിന് അബ്സ്ട്രാക്ട് കൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് വരും. അപ്പൊ അങ്ങനെ വരുമ്പം അവിടെയും ട്രൈബുലേഷൻസ് ഉള്ളതാണ്. മാച്ച് ദ വേർഡ് ആൻഡ് ദ മീനിങ് അത് നന്നായിട്ട് ചെയ്യേണ്ടതാണ്. അത് അവിടെ ഉണ്ടാവും. ഈശ്വര സങ്കല്പങ്ങളെ വാക്കുകൾ, പരിമിതമായ വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ആ ദയനീയ ഒരു അവസ്ഥയാണ് അത് പറയുന്നത്, അല്ലേ? അതെ. കാരണം അതിൽ നിൽക്കുന്നതല്ല. അതെ. വെരി ഗുഡ്. അപ്പം കാരണം അത് ആ വിസിബിൾസിന് അപ്പുറം പോവാണ്. അതെ. The process of learning, where general ideas are grasped in a wide and laborious one, covering the whole range of what is called liberal education. A man of fully liberal education, in the correct sense of the word, often tends to be a rare human being. Yes. The vertical axis implied is the amplitude of studies in a long is a long one. Reaching from vague ideas filled with emotional impulse to clearly represented geometrical outlines of a fully public and mathematically valid. അപ്പൊ അത് തന്നെ. അപ്പൊ ആ ഒരു തലത്തിൽ ചെന്ന് എത്തിയതാണ്. അപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അത് ഒരു ലിബറൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഹിസ് നോളജ് ഇസ് അലോങ് ദാറ്റ് വെർട്ടിക്കൽ ആക്സിസ് ഉയർന്ന് പോയിട്ട് വേഗ ഐഡിയാസും ഇമോഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ താഴത്തെ ആ ലെവൽ എന്താ പറയാ ആൽഫ പോയിന്റിൽ നിന്നൊക്കെ കടന്ന് ഹയർ ലെവലിലോട്ട് പോയിട്ട് പിന്നെ ആ സെർട്ടിറ്റ്യൂഡുള്ള ആ ലെവലിൽ 0 പോയിന്റിൽ നിന്നും പിന്നെ ഫോണിലോട്ട് പോയിട്ട് ക്ലിയർലി റെപ്രസെന്റ് ജിയോമെട്രിക്കൽ ഔട്ട്ലൈൻസ് ഓഫ് എ ഫുള്ളി പബ്ലിക്. അപ്പൊ എന്താണ് സെൽഫ്ലെസ് ആയിട്ട് പബ്ലിക് ആൻഡ് മാത്തമാറ്റിക്കലി വാലിഡ് സ്റ്റേറ്റസ് ഉള്ള ആ ഒരു ലെവലില് അങ്ങനത്തെ ഐഡിയാസ് ആയിരിക്കും അദ്ദേഹത്തിനുള്ളത്. വേഗ് ഐഡിയാസ് അല്ല, ബേസ്ഡ് ഓൺ ഇമോഷൻസ്, ബട്ട് ideas represented by clearly represents geometrical outlines of a fully public and mathematically valid status. ഉയർന്ന ശ്രേഷ്ഠമായ തരത്തിലുള്ള ഐഡിയാസ് ആയിരിക്കും അദ്ദേഹത്തിന്റെ, ലിബറൽ ആയിട്ടുള്ള ആളുടെ. വ്യക്തത ഉണ്ടാവും. Thus, from our discussion so far, we can easily recognize two distinct aspects of semantics. One belongs to what is now recognized as a syntax of language, which deals with conventional relationship of words, where relative pronouns, prepositions and infinitives are more important than the meaning of verbs.
The second refers to the deep-seated meaning and admits even of a meaning of meaning in the vertical axis where semiotic process can move up or down. അപ്പം ലാംഗ്വേജിന് തന്നെ സെമാൻറ്റിക്സിന് തന്നെ രണ്ടുണ്ട്. വൺ ബിലോങ്സ് ടു ദ സിൻടാക്സ് ഓഫ് ലാംഗ്വേജ്. കാരണം ആ പറയുന്ന കോംപ്ലക്സിറ്റി ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഈ പറയുന്ന അതിൻ്റെ നൗൺസും പ്രൊനൗൺസും യൂസേജും ഗ്രാമാറ്റിക്കൽ ദിസ്റ്റിങ് കോംപ്ലക്സിറ്റീസും. സെക്കൻഡ് ആസ്പെക്ട് എന്ന് പറയുന്നത് it goes to the deeper meaning, the meaning of meaning contained, with a vertical axis at the core, where the semiotic or signing element is where it is pointing out. ആ സൈലൻസ് നമ്മൾ നേരത്തെ പറഞ്ഞത് അത് സിമിയോട്ടിക് കറക്റ്റ് നമുക്ക് അത് അതിന്റെ കുറച്ചുകൂടി നോക്കണം. സിമിയോട്ടിക് എന്ന് പറയുന്ന അത് ശരിക്കും ഒരു സൈൻ ആണ് പറയുന്നത്. പക്ഷെ അത് മാത്രമല്ല, അതിന്റെ അപ്പുറം ഒരു മീനിങ് ഉണ്ട് അതിന്. ദാറ്റ്സ് വാട്ട് എന്റെ ഒരു തോന്നുന്നതാണ്. അപ്പം ഇത് പറയുമ്പോ തന്നെ അടുത്തതെന്ന് പറയുന്നത് ശരിക്കും ഇപ്പം ഹൊറിസോണ്ടൽ പ്ലെയിനിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ഇപ്പം നമ്മള് ഒരു മെക്കാനിക്ക് ഒരു വർക്ക്ഷോപ്പിൽ ഇദ്ദേഹമാണ്. അപ്പം ഇദ്ദേഹം എന്താണ് അവിടെ അത് ഡെയിലി ലിവിങ്ങിന് ഇപ്പം ഓരോ ലാംഗ്വേജസ് നമുക്ക് ഓരോ ഇത് നമുക്ക് യൂസ്, അപ്പം അവരുടേതായ ഇപ്പം നമുക്ക് നിങ്ങളിപ്പോൾ കെമിസ്ട്രിക്കാർക്ക് നിങ്ങളുടേതായ ഒരു ലാംഗ്വേജ് ഉണ്ട്. നിങ്ങൾ ആ ഒരു ലെവലിൽ സംസാരിക്കുമ്പോഴത്തേക്ക് അതിനൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ആർക്കും മനസ്സിലാവില്ല. ഫിസിക്കൽ സ്ഫിയറിൽ അതുണ്ട്, ഫിസിക്കൽ വരുമ്പോൾ അതുണ്ട്, ആസ്ട്രോണമി ആണെങ്കിൽ അതിലുണ്ട്, മെറ്റാഫിസിക്സിൽ അതുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മാത്രം നിൽക്കുന്നത് മാത്രമാണ് അത്. തീർച്ചയായിട്ടും. അപ്പം ഇത് നമ്മൾ അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, ഒരു കുതിരയ്ക്ക് ഒരു ബാണില് ഓട്സ് ഏതാണ് അല്ലെങ്കിൽ മോൾട്ട ഏതാണ്, ഈസ് ഏബിൾ ടു ഡിസ്റ്റിംഗ്വിഷ് ഇറ്റ്. അപ്പം എത്ര ഡംബായാലും ഇൻ സ്പോക്കൺ, അപ്പം ഇല്ലെങ്കിൽ the essence of the word content may be said to be implicit even at this subliminal level. അതാണ് അതെ, ഇതില്ലെങ്കിലും അത് കിട്ടുന്നതാണ്. അതാണ് അതിന്റെ കാര്യം. അതാണ് അടുത്തതെന്ന് വെച്ചാൽ the more verticalized the meaning is, the more it becomes spiritually significant. Yes. Conversely, when horizontal values are accentuated, language lives and moves merely in everyday pragmatic and utilitarian world of values. അപ്പൊ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ പറയുന്ന നിങ്ങൾ ആ ഭാഷകളെ നിങ്ങൾ ആ കോംപ്ലക്സിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതോളം അതിന് പരിമിതികളാണ്. അത് യൂട്ടിലിറ്റേറിയൻ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ സെൻട്രിക് ആയിട്ട് പോവാണ്, അബ്സ്ട്രാക്ട് കോൺസെപ്റ്റിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. That can cause chaos and disorder and complexity when you forget the vertical plane involved. If this is possible, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ദിങ്, ഞാൻ ഇത്തിരി ഇതാണ് പോവാണ്. If this is possible, it should also be possible by extrapolation to see the same structural unity between branches of study considered widely divergent at present. അപ്പം അതേ കണക്കാണ് ഈ Cartesian correlates in all structure here as commonly implied between two disciplines under reference, pure information and pure meaning, with further possibilities of the meaning of meaning, would strictly fit into the vertical. അപ്പോൾ അതിൻ്റെ പ്യുവർ ആയിട്ടുള്ളത്, അതിൻ്റെ അന്തസത്ത,
അതിന്റെ ആ മീനിങ്ങിന്റെ വിസ്ഫോടനം നടക്കുമ്പോൾ മീനിങ് ഓഫ് മീനിങ് അതാണ് എന്താണ് വെർട്ടിക്കൽ ആക്സിസ് നിൽക്കുന്നത്. ആ കോറിലേറ്റ്സ് അതാണ് സിഗ്നിഫിക്കൻറ്റ് ഇൻ ഹ്യൂമൻ ലൈഫ്. The same vertical axis understood pluralistically as in monadology can be imagined as capable of being fitted into this overall scheme with smaller units accessing the world of atomic entities, where such particular thing is more simply related to the corresponding collective beehive world. As a monadology, the same vertical axis understood pluralistically as in monadology can be imagined capable of being fitted into this overall scheme with similar. അപ്പൊ ഇതിനെ ഈ പ്ലൂറാലിസ്റ്റിക് സ്കീമിൽ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഏതാണ് പ്ലൂറാലിസ്റ്റിക് സ്കീം? എവിടെയാണ്? താഴെ ഹൊറിസോണ്ടലി കിടക്കുവാണ്. പലയിടത്തും ഓരോരോ സിറ്റുവേഷനിലും അവിടുത്തെ പറഞ്ഞ പോലെ ഈ വെർട്ടിക്കൽ ആക്സസിന്റെ ആ തലത്തിലോട്ട് ആ ലെവലിൽ ചിന്തിക്കണം എന്നായിരിക്കും. അതൊരു മോണോട്ടോളജിയാണ്. ഓരോ യൂണിറ്റ്സ് ആയിട്ട് സിമാന്റിക്സ് ഇങ്ങനെ കിടക്കുവാണ്. പ്ലൂറാലിസ്റ്റിക് നോഷനിൽ കിടക്കുമ്പോൾ തന്നെയും നമുക്ക് അതിനെ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇൻ ദ ഓവറോൾ സ്കീം ദി സ്മോളർ യൂണിറ്റ് ആക്സസ് ഇൻ ദ വേൾഡ് ഓഫ് അറ്റോമിക് എൻറ്റിറ്റീസ് where each particular thing is more simply related to its corresponding collective beehive world, matching name and form as in the school room. Innumerable units of such vertico-horizontal structures could be imagined as covering the surface of the globe, making those patches with linguistic frontiers which we are trying to describe above. Concepts will meet their corresponding precepts only when this verticalized element is present as a thin, pure correlate in the mind of the adult of the child, adult or child. Thus, we come to have a total, though a rough structural representation of the same structural situations in semantics. അപ്പം ഈ പറയുന്ന ഓരോ മൊണാഡ്സും ഹൊറിസോണ്ടലി കിടക്കുമ്പം ആ മൊണാഡ്സിൽ തന്നെ ഒരു വെർട്ടിക്കൽ ആക്സിസ് പോസിബിൾ ആണ്. അത് ഓരോന്നും ഒരു ബീ ഹൈവ് ആയിട്ട് ഒരു യൂണിറ്റ് ആയിട്ട് നിൽക്കുക. ഓരോ അഡൽട്ടിന്റെയും ഒരു കുട്ടിയുടെ മനസ്സിൽ അത് ഉണ്ടാവണം. Let us sum up and say that the syntactic and pragmatic as well as the semiosis where deeper seated instinctive levels of meaning reside. All have to be linked together by one and the principle of vertical parameter, along with all semantic processes have to be imagined as taking place. It's all important for our present study to reveal the nature of this vertical correlation, which if not understood as belonging in the context of absolute, will tend to have no serious human significance. The Panini Darshana thus rightly insists on the principle of Spoda, where the essence of meaning bursts into being as having a full absolute status. It is based on the absolute. വേർഡ്സിന്റെ പൂർണ്ണമായ ആബ്സല്യൂട്ട് മീനിങ്ങില് ആ പ്യുവർ ആയിട്ടുള്ള വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് വേണം അതിന് നമുക്ക് അപ്പം ആ ബാരിയേഴ്സിന് അപ്പുറം നമുക്ക് കാണാൻ പറ്റും. അത് തന്നെ അതാണ് ആ സൈബർനെറ്റിക്സ് ആയാലും ഇതിലായാലും. കാരണം ഇതെല്ലാം പാർട്ട് ഓഫ് ദ ഒരു അബ്സല്യൂട്ട് ഹോളിൽ നിന്ന് വന്നതാണ് ഇതെല്ലാം. എല്ലാത്തിലും ഒരു ബേസ് ഉണ്ട്. rather than creating complexity, ഈ ഒരു പെർസെപ്ഷനിൽ വന്നാൽ തന്നെ ഓരോ മൊണാഡ്സിനും അതിൻ്റെതായ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവും. അതെ നമുക്ക് പറയാൻ പറ്റും. അപ്പം നമുക്ക് കഴിഞ്ഞു ആ ചാപ്റ്റർ. നാളെ steps from logic to dialectic. Preliminary study 24th chapter ആണത്. ടോപ്പിക് ആണ്. We go before
we bow and surrender. Surrender ourselves to the all and ever pervading effulgence of the absolute. Love. Love this. Hari Om.